വെൽക്കം ടു ഇംഗ്ലീഷ് ക്ലാസ്. 10ാം ക്ലാസ്സിലെ ഒന്നാമത്തെ പുസ്തകത്തിലെ 3ാമത്തെ യൂണിറ്റിലെ ഏക പോയം, ദ സിംഗിൾ പോയം ഓഫ് ദി 3rd യൂണിറ്റ് ഓഫ് ദി ഫസ്റ്റ് പാർട്ട് ഓഫ് SSLC ബുക്ക്. നോക്കാം. The title of the poem is The Ballad of Father Gilligan. What is meant by a ballad? It's a heroic song, a ballad, B-A-L-L-A-D. The Ballad of Father Gilligan. Father Gilligan. In Christianity, especially religiously, we call the priest father. ക്രിസ്ത്യൻ മത പുരോഹിതനെ നമ്മൾ ഫാദർ എന്നാണ് വിളിക്കുന്നത്, പ്രീസ്റ്റ് എന്ന് വിളിക്കുന്നു. റവറൻഡ് ഫാദർ എന്നാണ് വിളിക്കുക, REV, റവറൻഡ്, ദാറ്റ് ഈസ് വിത്ത് റെസ്പെക്റ്റ്. സോ ദിസ് ഈസ് എ ഹീറോയിക് പോയം. ഇറ്റ്സ് എ വീരഗാഥ. ബലാഡ്. സീ വൺസ് അഗെയിൻ ദ ബലാഡ് ഓഫ് ഫാദർ ഗില്ലിഗൻ. ഫാദർ ഗില്ലിഗനെ കുറിച്ച്, ഗില്ലിഗൻ എന്ന പുരോഹിതനെ കുറിച്ചുള്ള ഒരു വീരഗാഥ. Written by the great renowned poet William Butler Yeats. William Butler Yeats. That is abbreviated W.B. Yeats. അപ്പോൾ W.B. Yeatsൻ്റെ വിശ്വപ്രസിദ്ധമായ ഒരു കവിതയാണ്, ഒരു ബാലഡാണ്, ഒരു വീരഗാഥ എന്ന തരത്തിൽ എഴുതപ്പെട്ട, ബട്ട് ഇറ്റ് ഈസ് നോട്ട് ഓഫ് ഏൻഷ്യൻറ്റ് ടൈം, മോഡേൺ പോയം, ആധുനിക കവിതയാണ്. ഇറ്റ്സ് ഫ്രെയിം ഈസ് സ്ട്രക്ചർ ഈസ് ഇൻ ദ ഓൾഡ് ടൈപ്പ്. പഴയ രീതിയിലാണ്, പുതിയ കവിതയാണ്. കണ്ടോളൂ. ദ ബലാഡ് ഓഫ് ഫാദർ ഗില്ലിഗൻ ബൈ W.B. Yeats. സോ നൗ we could see the title of the poem. Once again, I remind you, the Ballad of Father Gilligan, the poet W.B. Yeats. So, the meaning of the word ballad, that is heroic song, Veeragatha in Malayalam. You know the term father, here it is priest. The name of the priest is Gilligan. Gilligan എന്ന പുരോഹിതനെ കുറിച്ചുള്ള ഒരു വീരഗാഥ. നോക്കാം. Go through the following poem, The Ballad of Father Gilligan by W.B. Yeats, about Father Gilligan who rendered selfless service. He provided, he rendered, he gave, he submitted. അദ്ദേഹം പൊതുജനത്തിനു നൽകി, സമർപ്പിച്ചു, റെൻഡേഡ്, സബ്മിറ്റഡ് ഓർ പ്രൊവൈഡഡ്, ലഭ്യമാക്കി. സെൽഫ്ലെസ് സർവീസ്. സെൽഫ്ലെസ് മലയാളം ടേമിൽ നമുക്ക് പറയുന്നു നിസ്വാർത്ഥ സേവനം. ആസ് ഹി വാസ് സോ സെൽഫ്ലെസ്, ഹി ഈസ് സെലിബ്രേറ്റഡ് ഹിയർ. അദ്ദേഹം അങ്ങനെ നിഷ്കാമകർമ്മം ചെയ്തുകൊണ്ടാണ്, നിസ്വാർത്ഥ സേവനം ചെയ്തുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ആ ചെയ്തികളെക്കുറിച്ചുള്ള ഈ വീരഗാഥ എഴുതാൻ ഇടയായത്, എഴുതിയത് W.B. Yeats എന്ന വിശ്വപ്രസിദ്ധ ഇംഗ്ലീഷ് കവി. കവിതയുടെ പേര് once again The Ballad of Father Gilligan. Then come to the poem, The Ballad of Father Gilligan. The heroic song about Father Gilligan. What it is? Listen. The old priest Peter Gilligan. So Peter Gilligan, the full name, Peter Gilligan. He is a priest. He is a father. He is a religious priest. See, priest, the religious head of a church. പള്ളിയിലെ മതപുരോഹിതൻ, മതപരമായ കാര്യങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന വ്യക്തി. സോ ഹി ക്യാൻ ബി കോൾഡ് പ്രീസ്റ്റ് ഓർ ക്യാൻ ബി കോൾഡ് ഫാദർ. സോ ഓൾഡ് പ്രീസ്റ്റ്, നോട്ട് എ യങ് വൺ, an old man having so many years of experience, ഒത്തിരി വർഷങ്ങളുടെ അനുഭവമുള്ള വൃദ്ധനായ
നിസ്വാർത്ഥ സേവനം ചെയ്യുന്ന ഒരു മഹാമനുഷ്യൻ. ഹിസ് ആക്ഷൻസ്, ഹിസ് സർവീസ്, ഹിസ് ആക്ടിവിറ്റീസ്, that is represented here. Listen, the old priest Peter Gilligan was very W-E-A-R-Y, very tired. He was tired. That old man was tired. That priest was tired. Peter Gilligan was tired doing selfless actions, selfless service. നിസ്വാർത്ഥ സേവനം ചെയ്ത് ആ മനുഷ്യൻ ക്ഷീണിതനായിരുന്നു. The very night, he was weary, night and day. He worked night and day. That old priest, that selfless serving man, the favorite priest, Reverend Father Gilligan, was working day and night, both day and night. സാധാരണഗതിയിൽ പുരോഹിതന്മാർക്ക് പകൽ സമയത്താണ് കർമ്മങ്ങൾ, വല്ലപ്പോഴും മരണസമയത്ത് മാത്രമാണ് രാത്രി. Then why it is here both at day and night? പിന്നെ എങ്ങനെയാണ് ഇവിടെ രാവും പകലും ഇത്തരത്തിൽപ്പെട്ട സേവനം ചെയ്യാൻ ഇടയായത്? That's a story. നോക്കൂ. For half his flock were in their beds. In his parish ഇടവക, അദ്ദേഹത്തിൻ്റെ പരിധിയിലുള്ള അദ്ദേഹത്തിന് സേവനം ചെയ്യാൻ നിയോഗിക്കപ്പെട്ട ഇടവക, ദാറ്റ് ഈസ് PARISH, ഇതിൽ വരുന്ന വാക്കാണ്. അദ്ദേഹത്തിൻ്റെ പാരിഷിൽ, ആ ഇടവകയിൽ, he was the man, he was the priest, he was the responsible Reverend Father to do the religious works. And what happened to his people? He is a shepherd. ക്രിസ്ത്യൻ ഭാഷയിൽ പറഞ്ഞാൽ, മതഭാഷയിൽ പറഞ്ഞാൽ അദ്ദേഹം ഇടയനാണ്. അദ്ദേഹത്തിൻ്റെ ആട്ടിൻപറ്റമുണ്ട്. കോമൺ പീപ്പിൾ, സാധാരണക്കാർ. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്ന ഫ്ലോക്ക്, FLOCK, ഫ്ലോക്ക്, ദ ഗ്രൂപ്പ് ഓഫ് ഷീപ്പ്. ഇവിടെ മാഷ എഴുതി വെച്ചു ഹ്യൂമൻ ബീയിങ്സ് ഓഫ് ഹിസ് പാരിഷ്. ആ ഇടയൻ്റെ ആട്ടിൻപറ്റം പകുതിയോളവും രോഗബാധിതരാണ്, മറുപകുതി മരിച്ചു പോയിരിക്കുന്നു. സോ ഹിസ് പാരിഷ് വാസ് സഫറിങ് ഫ്രം എനി സോർട്ട് ഓഫ് എപ്പിഡമിക് ഡിസീസ്. ഏതോ തരത്തിൽപ്പെട്ട പകർച്ചവ്യാധി കൊണ്ട് ആ ഇടവക പൊറുതിമുട്ടുകയാണ്. Somebody is dying. Somebody has already died. And few others. In such a condition, what this man can do? എന്താണ് ഈ പാവം പുരോഹിതന് ചെയ്യാൻ കഴിയുക? He was working and working and working. He was serving and serving and serving. He is the only man to do the last service to the dying one, to the dying soul. മരിക്കുന്ന മനുഷ്യന്, മരിക്കുന്ന ആത്മാവിന് അന്ത്യകൂദാശ ചെയ്യാനുള്ള ഒരേ ഒരു വ്യക്തി ഒരുമിച്ചാണ് വരുന്നത്. The death happens not occasionally in common life. പൊതുജീവിതത്തിൽ നിരന്തരം ഇങ്ങനെ സംഭവിക്കില്ല, വല്ലപ്പോഴുമാണ് മരണം സംഭവിക്കുന്നത്. പക്ഷെ ഇവിടെ ഇൻ ഹിസ് പാരിഷ്, അദ്ദേഹത്തിൻ്റെ ഇടവകയിൽ, ഡെത്ത് ഈസ് എ കോമൺ പ്രോസസ്. മരണം ഒരു സാധാരണ പ്രക്രിയയായി മാറിയിരിക്കുന്നു. Many of them dead, പലരും മരിച്ചു പോയിരിക്കുന്നു. And some of them are dying, പലരും മരിക്കാൻ കിടക്കുന്നു. He is serving them, both the dying and the dead. മരിച്ചവർക്ക് സേവനം കൊടുത്തു, മരിക്കുന്നവർക്ക് സേവനം കൊടുക്കുന്നു. Both day and night, രാവും പകലും. That's why he was weary. അതുകൊണ്ടാണ് അദ്ദേഹം പരീക്ഷയ്ക്ക് ചോദിക്കും, why he was weary, doing service both at day and night. Okay? Oh, half his flock, you know the word term flock, ആട്ടിൻ പറ്റ. And what is the reference of here? ഇവിടെ ചോദിച്ചേക്കാം, the human beings of his parish, അദ്ദേഹത്തിൻ്റെ ഇടവകയിലെ മനുഷ്യർ. They were in their beds.
in the deathbed or in the sick bed. രോഗം ബാധിച്ച് കിടക്കയിലാണ്, ചിലർ മരണക്കിടക്കയിലാണ്, ചിലർ രോഗക്കിടക്കയിലാണ്, ചിലർ മരിച്ചുപോയിരിക്കുന്നു. അങ്ങനെ കിടക്കുന്നവർ എവിടെ കിടക്കുന്നു നോക്കുക? ഓർ അണ്ടർ ഗ്രീൻ സോഡ്സ് ലേ. ഗ്രീൻ സോഡ്, ദ ഹീപ്പ് ഓഫ് സോയിൽ കവേർഡ് വിത്ത് ഗ്രാസ്. ചിലരുടെ ശവശരീരം അടക്കം ചെയ്ത് ആ മണ്ണ് ഇതാ പച്ചപ്പുല്ലുകൊണ്ട് മൂടിയിരിക്കുന്നു. ഇപ്പോഴത് ഗ്രീൻ സോഡായിട്ട് കാണുന്നു. പച്ചമണ്ണിൻ്റെ കൂമ്പാരമാണത്, പച്ചമണ്ണിൻ്റെ കൂമ്പാരം. ചിലർ അവിടെയാണ് കിടക്കുന്നത്, ചിലർ മരണക്കിടക്കയിലാണ്, മറ്റു ചിലരാവട്ടെ രോഗബാധിതരായി ഇരിക്കുന്നു. ആൻഡ് ഹീ ഈസ് സെർവിങ് ദം, ഓൾ ഓഫ് ദം, ഓൾ ഓഫ് ഹിസ് ഫ്ലോക്ക്, ഓൾ ഓഫ് ദിസ് ഫ്ലോക്ക്. അദ്ദേഹം അവരെ സെർവ് ചെയ്യുകയാണ്. The half his flock were in their beds or under green swords lay കിടക്കുക, കിടന്നു. And they were lying there. So this is the condition of that parish. And there he serves in that parish. Who? Father Gilligan. And he's a priest. He's a priest. And he is weary. Why? His flock, some of them are dead, and some of them are in the bed, death bed or sick bed. അങ്ങനെ തൻ്റെ ഇടവകയിലെ മരിച്ചുപോയവരെയും മരിച്ചുകൊണ്ടിരിക്കുന്നവരെയും മരിക്കാൻ പോകുന്നവരെയും സേവിക്കുന്ന പാവം പുരോഹിതൻ, ദ ഓൾഡ് പ്രീസ്റ്റ് ഫാദർ ഗില്ലിഗൻ. The old priest Father Gilligan. The old priest Father Gilligan was weary night and day. For the word means because half his flock were in their beds. And question for exam. Ada reference ചോദിക്കും. What is the meaning of it? What it refers? എന്താണ്? That means many of the people of that parish were in sick bed. And some of them were already dead. Or under green swords lay. What is the meaning of it? Some of them passed away from this world and buried there. അവരുടെ ശവം അവിടെ സംസ്കരിക്കപ്പെട്ടിരിക്കുന്നു, അടക്കം ചെയ്യപ്പെട്ടിരിക്കുന്നു, അതിനെ മണ്ണുകൊണ്ട് മൂടിയിരിക്കുന്നു, അവിടെ പച്ചപ്പുല്ല് പതിച്ചിരിക്കുന്നു അല്ലെങ്കിൽ കവർ ചെയ്തിരിക്കുന്നു. നോക്കൂ, second stanza. Once, while he nodded in a chair and serving the common people, the dying people, the sick people, മരിച്ചുകൊണ്ടിരിക്കുന്ന ആ പാവം ജനത്തിനെ, ആ ആട്ടിൻ പറ്റത്തെ നയിച്ച് സേവിച്ച് അവർക്ക് അന്ത്യകൂദാശ ചെയ്ത് the old priest became weary. Then once, അങ്ങനെ ഒരു നാൾ ഒരിക്കൽ, while he nodded in a chair, he was sitting in a chair and nodding like this. That means he felt sleepy. ഇരുന്ന ഇരിപ്പിൽ തന്നെ കസാരയിലിരുന്നു കൊണ്ട് പാവം വൃദ്ധനായ ആ പുരോഹിതനോട് ഉറങ്ങിപ്പോയി, തല ആട്ടിപ്പോയി. nodded. See? shook, nod, shake. തല കുലുക്കുക, തല ഇളക്കുക, തല ആട്ടുക. And nodded in a chair at the moth hour of the eve. At the moth hour of the eve. Poetic language ആണ്, decorated language ആണ്. What is mean by it? The moth hour. The moth hour. Either dusk or dawn. ഒന്നുകിൽ സന്ധ്യാസമയമാകാം, അതിനെ മോത്ത് അവർ എന്ന് വിളിക്കാം. വാട്ട് ഈസ് മീൻ ബൈ മോത്ത്? മഴപ്പാറ്റ, ഈയാംപാറ്റ, പാറ്റ പൊടിയുന്ന സമയം. ദാറ്റ് ഈസ് ഈവനിങ്, മേ ബി ഏർലി മോർണിംഗ്. ദാറ്റ് ഈസ് ഐദർ ഡസ്ക് ഓർ ഡോൺ. ഓപ്പോസിറ്റാണ്, ഡസ്കിൻ്റെ ഓപ്പോസിറ്റാണ് ഡോൺ. സന്ധ്യാസമയത്തിന് പറയാം മോത്ത് അവർ എന്ന്.
പ്രഭാതത്തിനും പറയാം മോത്തവർ എന്ന്. ഇറ്റ്സ് ഈവനിങ്, ദാറ്റ് ഈസ് ഈവ്, 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 ഈവനിങ് ആണ് അവിടെ റെഫർ ചെയ്തിരിക്കുന്നത്. സോ ഇറ്റ് ഈസ് നോട്ട് ദ ടൈം ടു സ്ലീപ്പ്, എസ്പെഷ്യലി ടു എ പ്രീസ്റ്റ്. ഒരു പുരോഹിതനെ സംബന്ധിച്ചിടത്തോളം ഉറങ്ങാൻ പറ്റുന്ന സമയമല്ല, ഉറങ്ങാൻ പാടുള്ള സമയമല്ല. അൺടൈമിലി സ്ലീപ്പാണ്, ആ സമയത്തുള്ള ഉറക്കമാണ്. ബട്ട് ഈസ് നോട്ട് റെസ്പോൺസിബിൾ ഫോർ ഇറ്റ്. പക്ഷെ എന്തു പറയാം, അദ്ദേഹം അതിന് ഉത്തരവാദിയല്ല. കാരണം അടുത്ത വരി കാണാം. Once, while he nodded in a chair at the moth hour of the eve, so it is the moth hour of the eve, ഈവനിങ് ആണ്, മോത്ത് അവറാണ്, പാറ്റ പൊടിയുന്ന സമയമാണ്, സന്ധ്യാസമയമാണ്. അവിടെ കസാരയിലിരുന്ന് പാവം മനുഷ്യനോട് ഉറങ്ങിപ്പോയി. അപ്പോഴാണ് another poor man sent him for, മറ്റൊരു മനുഷ്യൻ വന്നു ഇദ്ദേഹത്തെ വിളിച്ചു കൊണ്ടുപോകാനായിട്ട്. another poor man sent, അയക്കപ്പെട്ടു, for him, അദ്ദേഹത്തെയും കൊണ്ട് ചെല്ലാനായിട്ട്, നമ്മുടെ ഫാദറെയും കൂട്ടി ചെല്ലാനായിട്ട് ഒരു പാവം മനുഷ്യനെ ആരോ അങ്ങോട്ട് അയച്ചു. and he began to grieve. there he means this priest, പാവം പുരോഹിതൻ സങ്കടപ്പെടുകയാണ്. grieve, feel sad, ദുഃഖിക്കുക, grieve, feel sad, ദുഃഖിക്കുകയാണ് അദ്ദേഹം. why? He is unable to go. He can't go. It is his duty. He has to do it. It is his commitment. അദ്ദേഹത്തിൻ്റെ ബാധ്യതയാണ്, കടമയാണ്. But he can't. Why? He can't even step forward. മുന്നോട്ടേക്ക് നടക്കാൻ ഒരടിയെടുത്ത് വയ്ക്കാൻ കഴിയുന്നില്ല. So tired that man is. So weak that person is. So weary that priest is. ആ പുരോഹിതൻ അത്രമേൽ പരവശനാണ്, ക്ഷീണിതനാണ്. Serving both day and night, all the dying persons, doing the last സർവീസ് ടു ദ ഡൈയിങ് പേഴ്സൺ. മരിക്കുന്ന മനുഷ്യന് അന്ത്യകൂദാശ ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടന്ന് ബോത്ത് ഡേ ആൻഡ് നൈറ്റ് അങ്ങനെ ചെയ്ത് ദാറ്റ് മാൻ ബിക്കേം സോ ടയേർഡ്, സോ വെറി. At that evening time, while he was sitting in his chair and while he was feeling sleepy and unexpectedly he felt nodded, തല തൂങ്ങി ആടിപ്പോയി. ആ സമയത്താണ് at that moment a stranger came there to take him to another dying man. മരിക്കുന്ന മറ്റൊരു മനുഷ്യൻ്റെ അടുത്തേക്ക് വിളിക്കാനായിട്ട് ഒരു ഇടവകക്കാരൻ അവിടെ എത്തി, ഇടവകയിലൊരു മനുഷ്യൻ അവിടെ എത്തി. ഒന്നുകൂടി നോക്കൂ. The Ballad of Father Gilligan. The old priest Peter Gilligan was weary night and day, for half his flock were in their beds. For half his flock were in their beds or under greenswoods lay. Once while he nodded in a chair at the moth hour of the eve, another poor man sent for him and he began to grieve. So the first two stanzas, what could we see? ഒരു പുരോഹിതൻ, പേര് ഫാദർ ഗില്ലിഗൻ, വൃദ്ധൻ, നിസ്വാർത്ഥ സേവനം നടത്തുന്ന ആൾ. എന്നാൽ രാവും പകലും ഈ മരിക്കുന്ന മനുഷ്യരെ സേവിച്ച് പരവശനായ വ്യക്തി. സമയം സന്ധ്യ. അദ്ദേഹം കസാരയിലിരുന്ന് ഉറങ്ങിപ്പോയി. ഉറങ്ങാൻ പാടില്ലാത്ത സമയം. ആ സമയത്താണ് ഒരു ഇടവകക്കാരൻ അങ്ങോട്ട് കടന്നു വരുന്നത്, അദ്ദേഹത്തെയും കൂട്ടി മരിക്കുന്ന മനുഷ്യൻ്റെ വീട്ടിലേക്ക് പോകാൻ. പക്ഷേ അദ്ദേഹത്തിന് പോകാൻ കഴിയുന്നില്ല. Why? In English, see the summary. So this is the great poem, beautiful poem written by W.B. Yeats, the renowned English poet. The title of the poem is The Ballad of Father Gilligan. And who is Father Gilligan? He is a priest. He is a father. His full name is Peter Gilligan.
He is the priest of a particular parish. And he was the only one person who could do such things there. The last sacraments or last service to the other. And it is his heroic activities, actions referred here. And half of the people of his parish were under green sod. That means they were passed away from this world, already passed away from this world. And many of them were in the sick beds, and many of them were dying. And he had the responsibility to do the last service to all these dying people. So he tried his best to serve them. Selflessly he served them, both day and night. He got tired. Nobody to help him. And it is an evening. He is sitting in a chair. And it is the moth hour. It was the not proper time. It was improper to sleep at that time. And what to say? He felt sleepy and he nodded in the chair. At that time, at that moment, a stranger came there to take him to another house. There, a man was dying. A man of his parish was dying. Then what did Father Gilligan say? ഇതാണ് രണ്ട് സ്റ്റാൻസകളുടെ സമ്മറി. ഇനി അതിനൊപ്പം തന്നെ നമുക്കിവിടെ നോക്കേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. ഈ കവിത പ്രത്യേക രീതിയിൽ ചിട്ടപ്പെടുത്തപ്പെട്ടതാണ്. കണ്ടോളൂ, നമുക്കിതിൻ്റെ റൈം സ്കീമിംഗ് ഒന്നുകൂടെ നോക്കാം. ദ ഓൾഡ് പ്രീസ്റ്റ് പീറ്റർ ഗില്ലിഗൻ, ഗില്ലിഗൻ ദ ലാസ്റ്റ് വേർഡ്, ഗില്ലിഗൻ. ലാസ്റ്റ് വേർഡാണേ. വാസ് വെരി നൈറ്റ് ആൻഡ് ഡേ. Day. For half his folk were in their beds. Beds. Third line, the last word, or under greenswards lay. Lay. First line ends with the Gilligan, second line ends with the day, third line ends with the beds, and the fourth line ends with the lay. So what is the rhyme scheme of this poem? So the first one is A, the second one is B because difference. The third one is again different, that's why we say C. But second and fourth resembles the same, that's B. So A, B, C, B. A, B, C, B. A, B, C, B. A ഗില്ലിഗൻ അതുമാതിരി അല്ല, ഡേ അതുകൊണ്ട് ബി, ബെഡ്സ് അതുമാതിരി അല്ല അതുകൊണ്ട് സി, ലേ ഡേ പോലെ തന്നെയാണ് ഉച്ചാരണം, പ്രൊനൗൺസ് അതുകൊണ്ട് ബി തന്നെ, എ ബി സി ബി. സോ ദിസ് ഈസ് ദി റൈം സ്കീം ഓഫ് ദ stanzas of this poem. The second stanza, you just look at chair, Eve, him, grieve. Chair A, Eve B, him C, grieve B. Again A, B, C, B. Then come to the third stanza. I have no rest, nor joy, nor peace. എൻ്റെ സുഹൃത്തെ, എനിക്ക് സമാധാനമില്ല, സന്തോഷമില്ല, എനിക്ക് ഉറക്കം പോലുമില്ല, ഭക്ഷണം കഴിക്കാൻ സമയമില്ല. സോ ദിസ് ഈസ് ദ ഗ്രീവൻസ് ഓഫ് ദാറ്റ് പ്രീസ്റ്റ്. പുരോഹിതൻ്റെ പരിദേവനമാണത്. എന്താ പറഞ്ഞിരിക്കുന്നത്? ഐ ഹാവ് നോ റെസ്റ്റ്, എനിക്ക് വിശ്രമില്ല, നോർ ജോയ്, എൻ്റെ മനസ്സിന് സന്തോഷമില്ല, നോർ പീസ്, എനിക്ക് സമാധാനം പോലുമില്ല. ടു ഹും? To the priest. Why? Because he was working, serving day and night continuously, and so he felt tired.
ദാറ്റ്സ് വൈ, അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത്, ഫോർ എന്തുകൊണ്ടെന്നാൽ പീപ്പിൾ ഡൈ ആൻഡ് ഡൈ ഇൻ മൈ പാരിഷ്, പീപ്പിൾ ഡൈ ആൻഡ് ഡൈ. എൻ്റെ ഇടവകയിൽ എൻ്റെ ജനം മരിച്ചുകൊണ്ടിരിക്കുന്നു. ഹൗ ക്യാൻ ബി ഹാപ്പി, ഹൗ ക്യാൻ ബി ജോയ്, ഹൗ ക്യാൻ ബി പീസ്ഫുൾ? എങ്ങനെ ഞാൻ സമാധാനത്തോടു കൂടിയിരിക്കും? എങ്ങനെ ഞാൻ സന്തോഷത്തോടു കൂടിയിരിക്കും? എങ്ങനെ ഞാൻ സാധാരണ ഒരവസ്ഥയിലിരിക്കും? ഹി കാൺട്ട്, ബിക്കോസ് ഹിസ് ഫ്ലോക്ക്, ആ ഇടയൻ്റെ ആട്ടിൻപറ്റം മരിച്ചുകൊണ്ടേയിരിക്കുന്നു. ആൻഡ് ആഫ്റ്റർ ക്രൈഡ് ഹി, വീണ്ടും അദ്ദേഹം ഇങ്ങനെ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, സങ്കടപ്പെട്ടുകൊണ്ട് പറഞ്ഞു, ഗോഡ് ഫോർഗിവ്, ദൈവം എനിക്ക് മാപ്പ് തന്നാലും, ഫോർഗിവ്, മാപ്പ് കൊടുക്കുക. ആൻഡ് ഹി അപ്പോളജൈസ്ഡ്, അദ്ദേഹം മാപ്പ് അപേക്ഷിച്ചതാണ് ദൈവത്തിനോട്. പറയാൻ പാടില്ലാത്തത് പറഞ്ഞുപോയി. അദ്ദേഹം പറയാൻ പാടില്ലായിരുന്നു. ഹി വുഡ് നെവർ തിങ്ക് അബൌട്ട് ഹാപ്പിനെസ്, ഹി വുഡ് നെവർ തിങ്ക് അബൌട്ട് ജോയ്, he would never think about his own peace. സ്വന്തം സമാധാനത്തെക്കുറിച്ച്, സ്വന്തം സന്തോഷത്തെക്കുറിച്ച്, സ്വന്തം പ്രവൃത്തിയെക്കുറിച്ച് അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു. പക്ഷെ പറഞ്ഞുപോയി, പരിഭവപ്പെട്ടുപോയി. അതുകൊണ്ട് അദ്ദേഹം ദൈവത്തിനോട് പറയാണ്, ആൻഡ് ആഫ്റ്റർ ക്രൈഡ് ഹി, ഗോഡ് ഫോർഗിവ്, ദൈവമേ എന്നോട് പൊറുത്താലും, എന്നോട് മാപ്പാക്കിയാലും. എന്തുകൊണ്ടെന്നാൽ മൈ ബോഡി സ്പേക്ക് ദ ഓൾഡ് സ്റ്റൈൽ ഓഫ് സ്പോക്ക്. ഒരു കവിതയിൽ നമ്മൾ പഠിച്ചു, സിറ്റ്, സാറ്റ് ഈസ് ഈക്വൽ ടു സെയ്റ്റ്, ലൈക്ക് ദാറ്റ് സ്പേക്ക് ഈസ് ഈക്വൽ ടു സ്പോക്ക്. അദ്ദേഹം പറഞ്ഞുപോയി ആദ്യത്തെ ആ സങ്കടം. ഐ ഹാവ് നോ പീസ്, ഐ ആം നോട്ട് അറ്റ് ഓൾ ഹാപ്പി, ഐ ഹാവ് നോ റെസ്റ്റ്. ബട്ട് ഹി കുഡ് നെവർ സേ ലൈക്ക് ദാറ്റ്. അങ്ങനെ പറയരുതായിരുന്നു അദ്ദേഹം എന്ന് അദ്ദേഹത്തിന് തന്നെ അറിയാം. അതുകൊണ്ട് അദ്ദേഹം ദൈവത്തിനോട് മാപ്പ് അപേക്ഷിച്ചു, ദൈവമേ എന്നോട് പൊറുത്താലും. മൈ ബോഡി സ്പേക്ക്, നോട്ട് ഐ. എൻ്റെ മനസ്സ് പറഞ്ഞതല്ല, ഞാൻ മനമറിഞ്ഞു പറഞ്ഞതല്ല. നോട്ട് മൈ മൈൻഡ്, not my thought, not my feeling, but my body. ശരീരത്തിൻ്റെ ക്ഷീണം. ശരീരം തളർന്നാൽ നമ്മൾ റോഡരികിൽ വീണുപോകും. So the body speaks first when the mind can't. മനസ്സിന് പറയാൻ പറ്റാത്തപ്പോൾ ശരീരമാണ് പലതും വിളിച്ചു പറയുക. അങ്ങനെ ഇവിടെ ശരീരം വിളിച്ചു പറഞ്ഞതാണ്, മൈ ബോഡി സ്പേക്ക്, നോട്ട് ഐ. ആൻഡ് ആഫ്റ്റർ ക്രൈഡ് ഹി, God forgive, my body spake, not I. ദൈവമേ എന്നോട് പൊറുത്താലും, എൻ്റെ അപരാധം ക്ഷമിച്ചാലും, സംസാരിച്ചത് ഞാനല്ല ദൈവമേ, എൻ്റെ ശരീരമാണ്. ആൻഡ് വി നോ, നമുക്കറിയാം, when the mind can't speak, the body speaks. ചിലപ്പോൾ നാം തളർന്നു വീഴുമ്പോൾ, ഞാൻ തളരുന്നേ എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ബിഫോർ ദാറ്റ് വി fall down. അതിനു മുൻപ് നമ്മൾ താഴെ പതിച്ചിരിക്കും. ലൈക്ക് ദാറ്റ് ഹി ആക്ച്വലി ഫെൽറ്റ് സ്ലീപ്പി ആൻഡ് നോഡഡ് സിറ്റിംഗ് ഇൻ ദ ചെയർ. അറ്റ് ദാറ്റ് ടൈം ദിസ് മാൻ കെയിം ദ ടേക്ക് ഹിം ടു ടേക്ക് ഹിം. ദിസ് മാൻ കെയിം ദ ടു ടേക്ക് ഹിം ടു ദ അതർ ഡൈയിങ് പേഴ്സൺ, ബട്ട് ഹി കുഡിൻറ്റ് ഗോ. പക്ഷെ അദ്ദേഹത്തിന് പോകാൻ കഴിഞ്ഞില്ല. അദ്ദേഹം ദൈവത്തോട് മാപ്പ് പറഞ്ഞു, ദൈവമേ എന്നോട് പൊറുത്താലും എനിക്ക് കഴിയുന്നില്ല. ഐ കാൺട്ട് വാക്ക്, ഐ കാൺട്ട് ഈവൻ സ്റ്റാൻഡ് അപ്പ്. വാട്ട് ടു സേ, ഐ കാൺട്ട് ഈവൻ സിറ്റ് ഇൻ ദ ചെയർ. എനിക്ക് നടക്കാൻ കഴിയില്ല, എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. ദൈവമേ എന്തിനു പറയുന്നു, എനിക്ക് കസാരയിൽ ഇരിക്കാൻ പോലും കഴിയുന്നില്ല. ഐ ഫീൽ ടയേർഡ്, ഐ ഫീൽ സ്ലീപ്പി, ഫോർഗിവ് മീ. ഈ ഫസ്റ്റ് പാർട്ട് ഇവിടെ അവസാനിക്കുന്നു. ഇതിൻ്റെ കണ്ടിന്യൂഷൻ നമുക്ക് ഇതാ അടുത്ത ഭാഗമായിട്ട്, ഇൻ ദ കണ്ടിന്യൂയിങ് ക്ലാസ്. ഓക്കെ.